KVS എനിക്കൊരു ഒറ്റ ചോദ്യം. അതായത് KVS ഒരു പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയം നന്നായിട്ട് നോക്കിക്കാണുന്ന ആളാണ്. രാജേട്ടനെ പോലെ വരമ്പത്ത് നിന്നിട്ടല്ല കാണുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ഉള്ളിൽ നിന്ന് കാണുന്നത്. ഞങ്ങൾക്ക് വരമ്പത്ത് നിന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യം, ഒരു പക്ഷേ ഇത് രണ്ട് വശങ്ങൾ പ്രേമേന്ദ്രൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഒന്ന്, സംഘപരിവാറിൻ്റെ മുകളിലുള്ള മോഡിയുടെ നിയന്ത്രണം അയയും. അതുകൊണ്ട് ഇപ്പോൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വ പ്രതികരണങ്ങളും പ്രചരണങ്ങളും ശക്തിപ്പെടുത്താനേ ഇത് വഴിവെക്കുകയുള്ളൂ. ഒരാംഗിൾ. രണ്ടാമത്തെ ആംഗിൾ, അതായത് തീവ്ര ഹിന്ദുത്വ പ്രകടനങ്ങൾ കാരണമാണ് തങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചും കൂടി സഭ്യമായ രീതിയിലേക്ക് വേണമെങ്കിൽ ചില എലമെൻറ്റ്സ് പോകും. ഇതിലേതിനോടാണ് താങ്കൾക്ക് താല്പര്യം? ഒരു കാര്യം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം മനസ്സിലാക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരില്ലേ, ഇപ്പോൾ അടൽജി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയായിട്ട്. അന്ന് അദ്ദേഹത്തിന് RSSുമായിട്ടുണ്ടായിരുന്ന ബന്ധമുണ്ടല്ലോ, അതിനേക്കാൾ വളരെ ക്ലോസ് നിറ്റാണ് നരേന്ദ്രമോദിയുടെ. രണ്ടാമത്തെ കാര്യം, മോഹൻ ഭഗവത് സർസംഘചാലക്കാണ്. മോഹൻ ഭഗവത്തും മോഡിയും തമ്മിലുള്ള ഇക്വേഷൻ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഇത്രയും നന്നായിട്ട് ഉണ്ടായിട്ടില്ല. അവർ തമ്മിലുള്ള ലിങ്ക് അത്ര മാത്രം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വസ്തുതകൾ കാണാതെ പുറത്തു നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ആദ്യം ബാലഗോപാൽ പറഞ്ഞില്ലേ നദ്ദയാണ് പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചിരുന്നതെന്ന്. പല പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും, പക്ഷെ ഫൈനൽസ് നരേന്ദ്രമോദിയുടെ ആയിരുന്നു. ഒരു പ്രതികരണം, റാം മാധവ് ഒരു പക്ഷേ RSS നിന്ന് രാജേട്ടൻ പറഞ്ഞ ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ്. പറയട്ടെ, സൗണ്ട് അപ്പ് ചെയ്യേ. ശബ്ദം. അതിനകത്ത് ശബ്ദമില്ല. പക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ റിസൾട്ട് അത്ഭുതപ്പെടുത്തുന്നു. KVS, ആ അത്ഭുതമുണ്ടോ? സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, RSSന്റെ ഇതുപോലെ RSSും BJPയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് വെൽ നീറ്റായിട്ട് ഒരു ഇലക്ഷൻ നടത്തിയിട്ടുണ്ടാവില്ല വേറെ. പ്രേമേന്ദ്രൻ, ഇത് ഇവിടെ ഒരു വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. രാജേട്ടൻ നമ്മുടെയൊക്കെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമില്ല. അതായത് സാധാരണ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ കാണണ്ട. ദേശവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളും പ്രത്യാഘാതങ്ങളും സ്വാധീനം ഉണ്ടാകുമെന്നുള്ള വാദഗതി അദ്ദേഹം തിരസ്കരിച്ചു. जो आवश्यक संख्या कोई भी एक दल प्राप्त कर लेगा, उस दिन हार स्वीकार करना होगा ना. इसमें क्या बड़ी बात है? എനിക്ക് തോന്നുന്നു ഇത് ഹിന്ദിയാണ്, നമുക്ക് പ്രേക്ഷകർക്ക് വശമാണ്. നമ്മളത് പിന്നീട് അതിന്റെ തർജ്ജമ നമുക്ക് ബാലഗോപാലിനെ കൊണ്ട് പ്രേമേന്ദ്രനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ. ബീഹാർ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ശ്രീ അനന്ത് കുമാർ കഴിഞ്ഞ ദിവസം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു, ഇത് മോദി ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലല്ല. അതുപോലെ തന്നെ ശ്രീ അരുൺ ജെയ്റ്റ്ലിയും ഇതുപോലെ പറഞ്ഞു, ദേശീയ തലത്തിൽ ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ആ സമീപനം ഒരിക്കലും ശരിയല്ല. കാരണം ഒരു സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഇവിടെ ആരൊക്കെ തമ്മിലായിരുന്നു മത്സരം? മോഡി വേഴ്സസ് നിതീഷ് ആയിരുന്നു മത്സരം. അല്ലാതെ നിതീഷ് വേഴ്സസ് സുശീൽ ജോഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുശീൽ മോഡിയോ അങ്ങനെ സംസ്ഥാന പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലായിരുന്നില്ല മത്സരം. നരേന്ദ്രമോദിയുടെ പേരിൽ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിസം അത് തന്നെയാണ് ശ്രീ അമിത്ഷാ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുമ്പോഴും ഉയർത്തിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് നേരത്തെ ശ്രീ KVS ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ശരിയാണ്. കാരണം അദ്ദേഹത്തിന് സംഘ്പരിവാർ വിഭാഗവുമായി നല്ല റാപ്പ് ഔട്ട് അല്ലെങ്കിൽ നല്ല ഇക്വേഷൻ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും BJPക്കകത്ത് തീർച്ചയായിട്ടും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പോൾ സുഷമ സ്വരാജ്, രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ലാൽകൃഷ്ണ അദ്വാനി തുടങ്ങിയിട്ടുള്ള ഒരു വലിയ വിഭാഗം, മാത്രമല്ല ശത്രുഘ്നൻ സിൻഹ ഇതിന് മുമ്പ് തന്നെ വെടിപൊട്ടിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അപജയമുണ്ടായാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അരുൺ ജെയ്റ്റ്ലിയും അമിത്ഷായും ആയിരിക്കും എന്നുള്ളത് ശത്രുഘ്നൻ സിൻഹ പറഞ്ഞു, അരുൺ ഷൂറി പറഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായും കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത എത്രയൊക്കെ സംഘ്പരിവാറിൻ്റെ നിയന്ത്രണവും മിലിറ്റൻസിയും കേഡർ സ്വഭാവവും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും BJPക്കകത്ത് ഒരു ആഭ്യന്തരമായ ധ്രുവീകരണത്തിന് വഴിതെളിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഫലം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ എന്താണ് താങ്കളുടെ അഭിപ്രായം? 100% ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം ഇത് ഇന്ത്യയുടെ ബഹുസ്വരത അത് നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. BJP പ്രതിനിധാനം ചെയ്ത് അത് വേണ്ട എന്നുള്ള പക്ഷത്താണ്. അപ്പോൾ ബഹുസ്വരതയ്ക്കെതിരെയുള്ള വലിയ വെല്ലുവിളി ഉയർന്നപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ടായി എന്ന് മാത്രമല്ല, മതേതര കക്ഷികളുടെ ശക്തമായ ഏകോപനം അത് രാജ്യത്തിനാകെ ഇനിയുള്ള മുൻപോട്ടുള്ള പ്രയാണത്തിൽ കരുത്തു പകരുകയും ചെയ്യും. രാജേന്ദ്രൻ നമ്മോടൊപ്പം ഡൽഹി സ്റ്റുഡിയോയിൽ ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി ഉണ്ട്.
ഷെമ ബേബി താങ്കൾ ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണല്ലോ ഇട്ടിരിക്കുന്നത്. വിജയിക്കുമ്പോൾ ഇതേ ഡ്രസ്സ് തന്നെ ഇടുന്നുണ്ടോ? പുതിയ വസ്ത്രം വാങ്ങിച്ചെന്നാ മതി, അതിടാം. എന്താണ് താങ്കളുടെ ഇനീഷ്യൽ പ്രതികരണം? ആയിരത്തി 1984 രാജീവ് ഗാന്ധി മറ്റാർക്കും കിട്ടാത്ത ഭൂരിപക്ഷത്തോടുകൂടി 400-ലധികം ലോക്സഭാ സീറ്റോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും വന്നു. എന്നാൽ 4 വർഷം കൊണ്ട് 1989 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയും കോൺഗ്രസും പരാജയപ്പെടുകയുണ്ടായി. അതിന് മുഖ്യ കാരണം അഴിമതിയായിരുന്നു. ഇപ്പോൾ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1984 രാജീവ് ഗാന്ധിയുടെ വിജയത്തെ പോലെ അല്ലെങ്കിൽ പോലും ചില ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഭാവിയിൽ അവരെ കാത്തിരിക്കുന്ന പരാജയത്തിൻ്റെ ആദ്യ സൂചനയാണ് ബീഹാറിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഈ പരാജയം. ഷെമ ബേബി, താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ TVR ഷെണായി നമ്മോടൊപ്പം ചേരുവാണ്. ഒരുപക്ഷെ ഇതിനൊരു ദേശീയ മാനം കൈവരാൻ വേണ്ടി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വേണം. ഷെണായി സാർ, താങ്കൾ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ബീഹാറിനെ കുറിച്ച് നമ്മൾക്കിടയിൽ ഒരുപാട് സംസാരമുണ്ടായിരുന്നു. ഒരുപക്ഷെ താങ്കൾ മുന്നോട്ട് വെച്ച ചില സൂചനകളും സൂചകങ്ങളും ശരിയായി വന്നു എന്നാണ് ഈ ഭാരതത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഒരുപക്ഷെ ചില പാളിച്ചകൾ ബീഹാർ സംബന്ധിച്ച് BJPയുടെ സ്ട്രാറ്റജിയിൽ സംഭവിച്ചു എന്നുള്ള കാര്യം ഈ ഒരു ഫലം സൂചിപ്പിക്കുന്നു. എന്താണ് താങ്കൾ എങ്ങനെയാണ് ഇപ്പം ഇതിനോട് പ്രതികരിക്കുക? ഈ ഫലത്തോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്ന് വെച്ച് ഞാൻ മോഡിയെ എതിർക്കുന്ന ആളല്ല. അതായത് കേന്ദ്രത്തിനും ബീഹാറിനും JDUവിൻ്റെ ഈ വിജയം ആവശ്യമായിരുന്നു. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങൾ. ഒന്ന്, മോഡി ഇത് വികസനത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടിന് വേണ്ടിയാണ് അഭ്യർത്ഥിച്ചിരുന്നത്. പക്ഷെ അവസാനം ഈ തെരഞ്ഞെടുപ്പ് പശു ഇറച്ചിയെ കുറിച്ചും ഷാരൂഖ് ഖാനെ കുറിച്ചും പാകിസ്ഥാനെ കുറിച്ചുമൊക്കെ ആയി. അങ്ങനെ ഒരു വോട്ട് പോസിറ്റീവ് വോട്ടായിട്ട് നേഷന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നില്ല. 2, ബീഹാറിൽ നിതീഷ് കുമാർ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ മാത്രമല്ല, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കോൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് മോഡിക്കെതിരായി മത്സരിക്കാനാണ്. പക്ഷെ അവിടെ എനിക്കൊരു വീക്ഷണമുണ്ട്. നിതീഷ് കുമാറിൻ്റെ കൂടെയുള്ള ആൾക്കാർ, ലാലുവും കോൺഗ്രസും, അദ്ദേഹത്തിന് ഒരു സൽഭരണം നൽകാനായിട്ട് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഷെണായി സാർ, ഒന്ന് ഇടപെട്ടോട്ടെ. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളുടെ ആ മൂർച്ച, വ്യക്തത ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ അനുമതിയോടെ ഒന്ന് ഇടപെടട്ടെ. താങ്കൾ പറഞ്ഞ ആദ്യ കാര്യം, അതായത് വികസനത്തെ മുൻനിർത്തിയാണ് മോഡി ആദ്യം പ്രചരണത്തിൻ്റെ രഥമുരുട്ടിയതെങ്കിലും അവസാനം പശുവിലേക്കും പാകിസ്ഥാനിലേക്കും പോയി
എന്ന് മാത്രമല്ല അവസാനഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പുള്ള പത്രപരസ്യത്തിൽ ഒരു പശുവിനെയാണ് കൊടുത്തത്. മോഡിയല്ല കൊടുത്തത്, പശുവിനെയാണ് കൊടുത്തത്. എൻ്റെ ഒരു ചോദ്യം, അതായത് താങ്കളെപ്പോലുള്ള വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ ഒരുപക്ഷെ മോഡിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വ്യതിയാനത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടി. എനിക്ക് തോന്നുന്നു ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം ഒരുപക്ഷെ മോഡിക്ക് എന്ത് സംഭവിച്ചു, ആ രൂപ പരിണാമത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. എൻ്റെ ഒരു ചോദ്യം, ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ സംഘ് പരിവാർ തയ്യാറാകുമോ ഇല്ലയോ? ഇന്ന് രാജ്യത്ത് പശുവിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഗിരിരാജ് സിംഗിനെ പോലുള്ള ആൾക്കാരുടെ പ്രഖ്യാപനത്തിന് മുകളിലും അല്ലെങ്കിൽ സദ്വിമാരുടെയും സന്യാസിമാരുടെയും ഇതുപോലുള്ള ഹിന്ദുത്വ ജൽപ്പനങ്ങളുടെ മുകളിലുമുള്ള സംവാദത്തിന് അറുതി വരുമോ, അതെയോ അത് വർദ്ധിക്കുമോ? മോഡി ദുർബലനാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക, അതെയോ ഇപ്പോഴുള്ള പ്രചരണം ശരിയല്ലെന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടാകുക? താങ്കളുടെ ഒരു വിലപ്പെട്ട വിവരം എന്താണ്? ബ്രിട്ടാസ്, ഇതിൽ നിന്നും സംഘപരിവാർ ഒരു പാഠം പഠിക്കുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പശുവിനായിരുന്നു, മോഡിക്കാകുമായിരുന്നില്ല. അവരെ നിയന്ത്രിക്കാൻ പാർട്ടിക്കൊരു ശക്തി ഇതുപോലെ ഉണ്ടാകുമായിരുന്നില്ല. ചുരുങ്ങിയത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായൊരു കാര്യം പറയട്ടെ, ഞാൻ 50 വർഷമായിട്ട് ഡൽഹിയിൽ പത്രപ്രവർത്തകരായിട്ട് ജീവിക്കുന്നവനാണ്. 1967 ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഗുൽസാർലാൽ നന്ദ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ പശുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു. കാമരാജൻ്റെ വീട്ടിൽ വരെ അവർ കയറിയതാണ്. അതിൽ നിന്നും മാറി ഈ 48 വർഷം കഴിഞ്ഞിട്ട് ഈ പശുവിനെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. എന്തായാലും പശുവിനെ കാണിച്ചിട്ട് ഒരു ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല എന്നുള്ള ലെസനെങ്കിലും സംഘപരിവാറും ബാക്കിയുള്ളവരും സമ്മതിക്കും. ഒരു ശക്തമായ നിരീക്ഷണമാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഡൽഹി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ശ്രീ TVR ഷണായി നിന്നുണ്ടായത്. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് മുമ്പ് താങ്കളുടെ സുഹൃത്ത് ശ്രീ MA ബേബി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനായിരിക്കണം ആ ചോദ്യം ചോദിക്കാനുള്ള അവസരം. ശ്രീ MA ബേബി, വളരെ എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഷണായി സാറിനുണ്ടായിരിക്കുന്നത്. ഇനി താങ്കളുടെ ഊഴമാണ്. താങ്കൾക്കൊരു ചോദ്യം ശ്രീ TVR ഷണായോട് ചോദിക്കാവുന്നതാണ്. ഞാൻ ശ്രീ TVR ഷണായിയോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും മുതിർന്ന മലയാള പത്രപ്രവർത്തകൻ മാത്രം, മലയാളിയായ പത്രപ്രവർത്തകൻ മാത്രമല്ല, മലയാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും ഞാനൊരു കൊങ്കിണിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും എന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിലാണല്ലോ പഠിച്ചത്. ഇന്ത്യയിലെ തന്നെ വളരെ ഗൗരവപൂർവ്വം രാഷ്ട്രീയ സംഭവവികാസങ്ങളെയും സാമൂഹ്യ ചലനങ്ങളെയും നോക്കുന്നയാളാണ് ശ്രീ TVR ഷണായി. ഇന്ന് പോകുന്ന പാതയിലൂടെ BJPയും സംഘപരിവാറും പോകാൻ പാടില്ല എന്ന ഒരു നിരീക്ഷണമാണ് ശ്രീ TVR ഷണായി നടത്തിയത്. ഇതിൽ നിന്നും സംഘപരിവാറും BJPയും എന്തെങ്കിലും പാഠം പഠിക്കുകയാണെങ്കിൽ അത് BJPക്കും സംഘപരിവാറിനും നല്ലതാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ശ്രീ നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി തന്നെയാണ്. അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ നേതൃത്വവുമായിട്ട് ചർച്ച നടത്താൻ ഇപ്പൊ രാജ്നാഥ് സിംഗിനെ അയച്ചു എന്നെല്ലാം ഞാൻ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സർവ്വതും തന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ശൈലി അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. ഷണായി സാർ അതും കണ്ടിട്ടുള്ളതാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഒന്നിടപെടാം. ശ്രീ TVR ഷണായി, ശ്രീ MA ബേബി ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ എൻ്റെതായ ഹ്രസ്വഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് നരേന്ദ്രമോദിയുടെ ശ്രീ MA ബേബി ചോദിക്കുന്നത് സംഘ് പരിവാറിൻ്റെ സമീപനമല്ല, നരേന്ദ്രമോദിയുടെ സമീപനം മാറ്റേണ്ടി വരില്ലേ?
അദ്ദേഹം ഒരുപക്ഷെ സംഘ് പരിവാർ ഔട്ട്ഫിറ്റ്സിനെ നിയന്ത്രിക്കാതെ പോയതിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കൂച്ചുവിലങ്ങാത്ത സമീപനം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ സമീപനത്തിലും ഒരു മാറ്റം അനിവാര്യമല്ലേ? നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ മേ ബി ഇന്നലത്തെ റിസൾട്ട്സിൽ കൺഗ്രാജുലേഷൻസ്. കാരണം വളരെ നന്ദി. നമ്മൾ സെക്യുലർ എന്നൊക്കെ പറയുമെങ്കിലും മൈനോറിറ്റി വോട്ട് കോൺഗ്രസിനെ പോവുള്ളൂ, അത് BJPക്കോ CPMനോ കിട്ടില്ല എന്നുള്ളതൊക്കെ വിശകലനം ചെയ്ത എൻ്റെ സഹപ്രവർത്തകരോടും എനിക്ക് ധാരാളം സഹതാപമുണ്ട്. ബട്ട് യു ആർ പ്രൂവൺ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. പിന്നെ താങ്കളുടെ ചോദ്യത്തിന് ഈ ഇന്ദിരാഗാന്ധിയുടെ ശൈലി എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ മൂന്നാമത്തെ പോയിന്റുമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നതാണ് താങ്കൾ ചെയ്തത്. മോഡി ഇപ്പോൾ പറയുന്നത് വോട്ട് എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു ചീഫ് മിനിസ്റ്ററെ പിന്നെ തരാമെന്നാണ്. ഏത് വോട്ടർക്കും ആരായിരിക്കണം അയാളുടെ കോർപ്പറേറ്റർ, MLA, MP, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇത് മുഴുവനും താങ്കൾ സ്വീകരിക്കുമെന്നും എനിക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടികളും ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ എൻ്റെ വിശ്വാസം വോട്ടറുടെ ആ അവകാശമാണ്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ബീഹാറിൽ മോഡി പോയത്. പക്ഷെ നിതീഷ് എന്നൊരു ഫേസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഫേസ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നിതീഷോ ഈ കോയലേഷനോ വലിയൊരു വിജയമാകും അടുത്ത 4 വർഷം കൊണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ താങ്കളുടെ ഒറ്റ വാചകത്തിൽ താങ്കളുടേത് മോഡി മാറുമോ എന്നാണ് താങ്കൾ ചോദിച്ചത്. മോഡി മാറേണ്ടത് ഇക്കാര്യങ്ങളിലാണ്. ഐ ഹോപ്പ് ഹി വിൽ ഡു ഇറ്റ്. മോഡി മാറേണ്ടത് സംഘപരിവാറിൻ്റെ ഫ്രിഞ്ച് എലമെൻ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, അത് അദ്ദേഹം ചെയ്യില്ല. അല്ല, ഷണായി സാർ ഒരു വ്യക്തത കിട്ടിയില്ല. അതായത് എൻ്റെ ഒരു ചോദ്യം ഒരുപക്ഷെ ശ്രീ MAVയുടെ ചോദ്യത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചത്, നിലവിൽ ഒരുപക്ഷെ ഈ സംഘ് പരിവാറിൻ്റെ ഔട്ട്ഫിറ്റ്സ്, ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഒരു നിയന്ത്രണത്തിനും വിധേയമാകാതെ പെരുമാറുകയും പ്രവർത്തിക്കുകയും പ്രസ്താവന നടത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമം മോഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിൽ മോഡി വിജയിക്കുമോ? എന്താണ് താങ്കളുടെ അനുമാനം? നോക്കൂ, ഈ ഫ്രിഞ്ച് എലമെൻ്റ് എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. പക്ഷേ അത് BJPയിൽ കുറച്ച് നിയന്ത്രണാധീനമായി. കാരണം BJPയുടെ വിജയം അവരുടെ വിജയമായിട്ട് അവർ വ്യാഖ്യാനിച്ചു. ഇപ്പോൾ തീർച്ചയായിട്ടും അവരെ നിലയ്ക്ക് നിർത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതൊക്കെ ഒറ്റ വാചകത്തിലോ ഒരു എഴുത്തുകൊണ്ടോ ഒന്നും സാധിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, വളരെ വ്യക്തമായി. ശ്രീ MAV, ഒരു ചോദ്യം എനിക്ക് താങ്കളോടുണ്ട്. ഇവിടെ നമ്മോടൊപ്പം നിരവധി ആൾക്കാരുണ്ട്. അതായത് താങ്കളുടെ സുഹൃത്ത് ശ്രീ ബാലഗോപാലനുണ്ട്, മാത്യു ഉണ്ട്, പ്രേമേന്ദ്രനുണ്ട്, VB പരമേശ്വരനുണ്ട്, KVS ഉണ്ട്, P രാജനുണ്ട്. അവർക്കെല്ലാം ഒരവസരമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും നേരം ചർച്ച ചെയ്യായിരുന്നുകൊണ്ട് താങ്കളിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ശ്രീ TVR ഷണായി പറഞ്ഞൊരു കാര്യമുണ്ട്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല നിതീഷ് കുമാർ, വളരെ വളരെ ശക്തമായൊരു നിരീക്ഷണമാണ്. 2019 മോഡിക്കെതിരെ പിച്ച് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീ TVR ഷണായി നിതീഷ് കുമാറിനെ കാണുന്നത്. ഒരു പൊളിറ്റ് ബ്യൂറോ അംഗമായ താങ്കൾക്ക് അനിവാര്യമായി പ്രതികരിക്കേണ്ട ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിരീക്ഷണമാണ് ശ്രീ TVR ഷണായി നടത്തിയത്. എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം? അല്ല, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നരേന്ദ്രമോദിയെയും BJPയെയും കേന്ദ്ര ഭരണത്തിൽ നിന്നും
നിഷ്കാസനം ചെയ്യുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ട മുമ്പോട്ട് വരും. അത് ഒരു ബദലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിട്ട് വികസിക്കും. ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷ പാർട്ടികൾക്കുൾപ്പെടെ ഒരു നിലപാടെടുക്കേണ്ടി വരും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ചില മറ്റു പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതിനെ കുറിച്ച് ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് വീണ്ടും ഒന്നുകൂടി നടക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പം രാഷ്ട്രീയമായ കൂട്ടുകെട്ടുകളും നീക്കുപോക്കുകളും ഏത് രൂപത്തിൽ രൂപപ്പെടണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഇനിയും പാർട്ടിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. ഓക്കെ, താങ്കൾ പറഞ്ഞു വരുന്നത് ശ്രീ TVR ഷാനായിയുടെ നിരീക്ഷണം സ്വാഗതാർഹമാണെങ്കിലും കടന്നൊരു കാര്യം താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ പാർട്ടിയിലെ ചർച്ചകളുടെയും അല്ലെങ്കിൽ തീരുമാനങ്ങളുടെയും പ്രക്രിയക്കനുസരിച്ചായിരിക്കും അത് സംബന്ധിച്ചൊരു നിലപാട് പറയുന്നത്. നിതീഷ് കുമാറിനെ വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളൊരു പ്രസ്താവന താങ്കൾ നടത്തുന്നില്ല. ഷോർട്ട് ഓഫ് ദാറ്റ് അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? വളരെ വളരെ അർത്ഥഗർഭമായ, കാരണം വെച്ചാൽ ഈ ബാലഗോപാലിനൊക്കെ ശ്രീ ബേബിക്കെതിരെ എന്തെങ്കിലും പ്രസ്താവന ഇറക്കുമെന്നുള്ളൊരു പേടിയിൽ ശ്രീ MA ബേബി വളരെ ഹ്രസ്വമായിട്ട് വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ആവാം പക്ഷേ ഒരു 3-4 ജാഗ്രതപ്പെടുത്തലുകൾ ശ്രീ TVR ഷാനായി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ജാഗ്രതപ്പെടുത്തലുകളാണോ ഒരുപക്ഷെ ശ്രീ MA ബേബിയെയും MA ബിയുടെ പാർട്ടിയെയും പലപ്പോഴും പിന്നോട്ട് തള്ളിയിട്ടുള്ളത്? കുറച്ചും കൂടി ഫോർവേഡായിട്ട് കുറച്ചും കൂടി പ്രോ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകേണ്ട പല ഘട്ടങ്ങളിലും കൂടുതൽ ജാഗ്രത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രക്രിയയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത്, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ കമ്മിറ്റി മീറ്റിങ്ങുകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് തീരുമാനങ്ങൾക്ക് അത്ര ഊന്നൽ കൊടുക്കാതെ വരുന്നതിൻ്റെ ഒരു വിഷമം ശ്രീ MA ബേബിക്കുണ്ടോ? നോക്കൂ, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ സ്നേഹിതനെ കുറിച്ചൊരു കമൻറ്റ് ഇവിടെ വെച്ച് പാസ്സാക്കുന്നില്ല. പക്ഷേ എനിക്ക് താങ്കളോട് ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞ അഭിപ്രായം, അതായത് 2019 നിതീഷ് കുമാർ മോഡിക്കെതിരായിട്ടൊരു കോൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് വരുമോ എന്നുള്ളത് താങ്കൾക്ക് അഥവാ ചോദിക്കണമെങ്കിൽ അത് ഒരു കോൺഗ്രസ്സുകാരനോടായിരുന്നു. കാരണം എൻ്റെ അറിവിൽ പ്രധാനമന്ത്രി മോഡിക്കും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്കും അഭിപ്രായ ഐക്യമുള്ള ഒറ്റ കാര്യം 2019 മോഡിക്കെതിരായിട്ട് പട നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ ആവണമെന്നാണ്. രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ്. അപ്പോൾ ഒരുപക്ഷെ നിതീഷ് കയറി വരുന്നതിനെ ആദ്യം എതിർക്കുന്നത് ഇന്നും പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് ആയിരിക്കും. ഷണായ് സാർ, ഞാൻ താങ്കളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരുപക്ഷെ താങ്കളുടെ അഭ്യർത്ഥന മാനിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധിയുണ്ട്, അത് മാത്രമല്ല AICCയുടെ ഭാഗമായിട്ട് കൂടി പ്രവർത്തിക്കുന്ന മാത്യു ഉണ്ട്. മാത്യു, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഷണായ് സാർ ചോദിച്ചിരിക്കുന്നത്. 2019 ഒരുപക്ഷെ ഇതുപോലെ ഒരു ചെക്ക് മേറ്റിംഗ് സാധ്യമാകുന്ന രീതിയിൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു കൺസെൻസസ് സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെ വേണമെങ്കിൽ പയറ്റാം. എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ നോക്കിക്കാണുന്നത്? വളരെ സിൻസിയറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈ TV ചർച്ചകളുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പിക്ക് ചെയ്ത് നമുക്കെതിരെ പിച്ച് ചെയ്യാനോ ശ്രമം ഉണ്ടാവും. അല്ല, പൊതുവെ ഉള്ള ഒരു സ്ഥിതിയാണ്. പക്ഷേ അല്ലല്ല, ഞാൻ പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കണ്ടു, എന്ത് ധീരമായ പോസ്റ്റ്. അതായത് സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിനെ ബലി കൊടുക്കരുതെന്ന് വളരെ ധീരമായി. ആ ധീരത ഇന്ന് എവിടെ പോയി? ഇന്നലെ ആരെങ്കിലും പിടിച്ച് ഞാനത് പറയുന്നത് തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്തോ? ഇല്ല. താങ്കൾക്കറിയാം അതെങ്കിലും നന്നായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തില്ല. ഞങ്ങള് ഇനി പറയാൻ പോകുന്ന കാര്യം പറയൂ. ഒരു മുൻകൂർ ജാമ്യം ഷണായ് സാർ, അതായത് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യത്തെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അതിന്റെ സത്ത ചോർത്തിക്കളയുന്ന ഒരു അപേക്ഷ എന്നിലൂടെ ഷണായ് സാർ നൽകിയിരിക്കുകയാണ്. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, ഇപ്പോഴത്തെ ഗിവൺ പൊളിറ്റിക്കൽ സർക്കംസ്റ്റൻസിൽ, ഇന്നത്തെ അതേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ടു ബി വെരി ഫ്രാങ്ക്,
BJP എന്ന ആ ഒരു RSSന്റെയും BJPയുടെയും ഒരു മുന്നേറ്റത്തെ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കാൻ ഒരു വലിയൊരു കൊയിലേഷൻ വേണ്ടി വന്നേക്കാം. പക്ഷേ അങ്ങനെ വന്നാൽ ഓഫ് കോഴ്സ് നിതീഷ് ഒരു ഏറ്റവും ചാൻസ് എ ഗുഡ് ചാൻസ്, അത് കറക്റ്റാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ വാട്ട് വി ആർ ട്രൈങ്, ഇനി വീണ്ടും 4 വർഷമുണ്ട്, പാർട്ടി ശക്തിപ്പെട്ട് ഇന്നത്തെ സ്ഥിതിയിൽ, ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ സ്ഥിതിയിൽ കോൺഗ്രസ് കോയിലേഷന് പോയേ പറ്റത്തുള്ളൂ, അതാണ് പ്രസിഡന്റ്. പക്ഷേ വി ക്യാൻ എമർജ് ആസ് എ മേജർ പാർട്ടി. ഷണായി സർ വളരെ വ്യക്തമായി, അതായത് അത് റൂൾ ഔട്ട് ചെയ്യുന്നില്ല, പക്ഷേ കോൺഗ്രസിന് എമർജ് ചെയ്യാനുള്ള സാഹചര്യവും സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ മോഡിയെ ഫൈറ്റ് ചെയ്യാനുള്ള മസിൽ പവർ, പേശിബലം ഒരുപക്ഷെ നേടാൻ പറ്റും. പക്ഷേ പ്രേമേന്ദ്ര ക്വിക്കായിട്ട് പക്ഷേ ഷെഡായി സാർ പറഞ്ഞതിനോട് താങ്കൾക്കൊന്ന് പ്രതികരിക്കാനുണ്ടാവും. അദ്ദേഹം കടന്നു ചിന്തിക്കുകയാണ് 2019 അല്ല, അതൊരു പ്രീ പോൾ അലയൻസിന്റെ സാധ്യത, പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പ്രതിപക്ഷത്തിൽ പ്രധാന കക്ഷിയായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായി നിതീഷ് കുമാറിനെ ഉയർത്തി കാണിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല, പക്ഷേ വളരെ പരിമിതമായ സാധ്യതകൾ മാത്രമാണുള്ളത്. പക്ഷേ ഒരു പോസ്റ്റ് പോൾ അലയൻസിന്റെ കാര്യത്തിൽ അത് സ്വാഭാവികമായും 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പോസ്റ്റ് പോൾ അലയൻസിന്റെ ഭാഗമായി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായി വരാനുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ളത് ഒരുപക്ഷെ ശ്രീ നിതീഷ് കുമാറിനായിരിക്കും. അതിന് സാറ് പറഞ്ഞൊരു തടസ്സം വളരെ പ്രധാനപ്പെട്ട തടസ്സമാണ്. അതിൽ കോൺഗ്രസിനേക്കാൾ കോൺഗ്രസ് പലപ്പോഴും ശ്രീ ദേവഗൌഡ ഉൾപ്പെടെ IK ഗുജറാൾ ഉൾപ്പെടെ ഉള്ളവരെ പിന്താങ്ങിക്കൊണ്ട് പലപ്പോഴും സെക്കുലർ ഫാബ്രിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സെക്കുലർ സ്ട്രക്ചറിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ മതേതര നിലപാടുകൾ പരസ്യമായി പറയുകയും തികച്ചും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ശ്രീ മുലായം സിംഗ് ആയിരിക്കും അതിൽ പ്രതിലോമകരമായ ശക്തിയായി വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ മഹാസഖ്യത്തെ പൊളിച്ചടുക്കി മറ്റൊരു മൂന്നാമതൊരു സഖ്യമുണ്ടാക്കാൻ മുൻകൈയെടുത്തത് തന്നെ നിതീഷ് കുമാർ ഒരു നാഷണൽ ലീഡറായി എമർജ് ചെയ്യുമെന്നുള്ള മുലായം സിംഗ് യാദവിന്റെ ആശങ്കയാണ്. സർ വളരെ വ്യക്തമായി 2 പ്രതികരണമാണ്. ഒന്ന് മാത്യുവിന്റെ പ്രതികരണമാണ്, കോൺഗ്രസിന് പറ്റുമോ എന്ന് നോക്കട്ടെ, 4 വർഷമുണ്ടോ, താങ്കളത് തടയുന്നില്ലല്ലോ, തടയില്ല. 2 പ്രേമേന്ദ്രന്റെ ഇത്തരത്തിലുള്ള കൺസെൻസസ് സ്ഥാനാർത്ഥികളൊക്കെ ഞാൻ തടയുന്നില്ല മാത്രം, തടയുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ സാമർത്ഥ്യത്തെക്കുറിച്ചും പ്രാഗൽഭ്യത്തെക്കുറിച്ചും താങ്കൾക്ക് ആശങ്കയുണ്ട്. എനിക്ക് ആശങ്കയൊന്നുമില്ല, എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്കെന്താ ആശങ്ക? പക്ഷേ ഞാൻ താങ്കളോട് പറഞ്ഞ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. പ്രധാനമന്ത്രി മോഡിക്കും രാഹുൽ ഗാന്ധിയുടെ അമ്മയ്ക്കും ആവശ്യം രാഹുൽ ഗാന്ധി നയിക്കണമെന്നാണ്. ഇക്കാര്യത്തിൽ മാത്രമേ അവർ തമ്മിൽ യോജിപ്പുള്ളൂ. പക്ഷെ ഞാൻ അതിലേക്ക് വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് നിതീഷ് കുമാറിന് അതിലേക്ക് അതിൽ സർക്കാസമല്ല, ഇറ്റ് ഇസ് എ റിയലിസം. 2, ഈ അടുത്ത 3 വർഷക്കാലം നിതീഷ് കുമാറിൻ്റെ ഇമേജിന് കുഴപ്പം തട്ടാതെ ലാലുവും കോൺഗ്രസും അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കുമോ എന്നുള്ള ചോദ്യവും താങ്കൾ ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഷണായി സാർ. MA ബേബി, ഒരുപക്ഷെ മതനിരപേക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾക്ക് ഇതൊരു പാഠമാണ്. അതായത് ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ വലിയ വലിയ വിജയങ്ങൾ വേണേൽ സാധ്യമാകും. ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമോ അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് പലപ്പോഴും വൻ പോരാട്ടങ്ങളിൽ പിഴവ് പറ്റുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ബോധ്യമായി. ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകയാണെങ്കിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയിലേക്ക് അത് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പരിഭാഷ? ഇതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ അടിയന്തര ലക്ഷ്യങ്ങളെ ആസ്പദമാക്കിയും ദീർഘകാല ലക്ഷ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുമാണ് കൂട്ടുകെട്ടുകളും നീക്കുപോക്കുകളും ഉണ്ടാക്കുന്നത്. ഓരോ കാലഘട്ടവും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുമാണ്. ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മതേതര പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം BJP ഉയർത്തുന്ന വെല്ലുവിളി വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 30-31% വോട്ടിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അതിന് കേന്ദ്ര ഭരണം കിട്ടിയത്. അതിവേഗം ഇന്ത്യയിലാകെ വളരാനുള്ള ഒരു കർമ്മ പരിപാടിയുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിനെ ചെറുക്കാനാണ് മറ്റെല്ലാവരും
ഒരുമിച്ചും തങ്ങളുടേതായ നിലയിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷം ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അപ്രസക്തമാണെന്ന് വരുത്തി തീർക്കാൻ പലരും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പാർട്ടി ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ജനങ്ങളുമായി ഉറ്റ ബന്ധം സ്ഥാപിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് പോരാട്ട അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുക. അത് വർദ്ധിപ്പിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. KVS, നമുക്ക് സംഘപരിവാറിന്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അതിന്റെ മടക്കുകളും ചുളിവുകളും അറിയാവുന്ന ആളാണ് KVS. ഷെഹനായി സാർ ഒരുപക്ഷെ വളരെ ശക്തനായ നിരീക്ഷകൻ മാത്രമല്ല, സൂക്ഷ്മ നിരീക്ഷകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വികസനം മാറി പശുവിലേക്ക് മോഡി പോയപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത് എന്ന്. 1. 2, ഫ്രിഞ്ച് എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. താങ്കൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ താങ്കളോട് പലപ്പോഴും ആവശ്യപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു, പക്ഷെ താങ്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ ഷെഹനായി സാറിനെ പോലുള്ള ആൾ പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾക്ക് പറയാവുന്നതാണ്. അല്ല ബ്രിട്ടാസ്, അതിൽ ഇപ്പോൾ സംഘപരിവാറിൽ അനവധി സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ തന്നെ സ്വതന്ത്രമായിട്ടാണ് ഒരു പരിധി വരെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു കോർഡിനേഷൻ മാത്രമാണ് RSS എന്ന നിലയിൽ ഈ പരിവാർ യോഗങ്ങളിലും മറ്റും നടക്കുന്നത്. മറ്റത് സംഘടനകൾക്ക് അതിലേക്ക് 1-2 പ്രചാരകന്മാരെ RSS വിട്ടുകൊടുക്കും. ബാക്കിയെല്ലാം ജനറലി ചില നയപരിപാടികൾ തീരുമാനിക്കുമെന്നല്ലാതെ മുഴുവൻ കാര്യങ്ങളും RSSO BJP എല്ലാം തീരുമാനിക്കണേ. സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്ത് വലിയ നിയന്ത്രണം കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. നരേന്ദ്രമോദി വിചാരിച്ചാൽ സാധിക്കില്ല. ആകെ ചെയ്യാവുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചിലൊരു കോൺസെൻസസ് ഉണ്ടാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്താം, വിത്തിൻ ദ ഓർഗനൈസേഷൻ നടത്താം. വ്യക്തമായി. 2, മോഡി വികസനം മാറി പശുവിലേക്ക് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. ശക്തമായ ആരോപണമാണ്. പശുവിൻ്റെ പരസ്യമാണ് ബ്രിട്ടാസ് നേരത്തെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അവസാന നിമിഷത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ 5 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. ഓരോ ഘട്ടം മാറിക്കൊണ്ടു, ഓരോ വട്ടം മാറിയിട്ടുണ്ട്. അവസാന നിമിഷം BJPയുടെ വ്യക്തമായിട്ടുള്ള BJP ഒരു വിശകലനം അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവും, കാര്യങ്ങൾ കൈവിട്ടിട്ടുണ്ടെന്ന്. അവസാനത്തെ ഒരു അറ്റംപ്റ്റ് ആയിരിക്കും. ഷെഹനായി സാർ, ഇത് വളരെ, അതായത് KVS നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ സംഘ് പരിവാറിന്റെ രാഷ്ട്രീയത്തെ സഹയാത്രികൻ മാത്രമല്ല അതിനപ്പുറത്തുള്ള ഒരാളാണ്. അതായത് സഹയാത്രികൻ്റെ അപ്പുറത്ത് സംഘ് പരിവാർ രാഷ്ട്രീയത്തെ നന്നായി കാണുകയും അതിൽ ഇടപെടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, മോഡിക്ക് അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള പ്രാപ്തിയോ കഴിവോ അല്ലെങ്കിൽ അധികാരമോ മോഡിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. ഷെഹനായി സാർ, താങ്കളുടെ പ്രതികരണം? ഞാൻ മറിച്ച് പറയാം, അവർക്ക് അവരുടെ ചിന്താഗതി മോഡിയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അതിന് അദ്ദേഹം തയ്യാറാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവരെ മാറ്റാൻ കഴിയുമോ, അത് ആരാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യാൻ തന്നെ സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഒരു നിയന്ത്രണം കൂടി ചെയ്യാനുള്ള കഴിവാണ്. അതിന് പറ്റിയ ആളുകൾ ആ പരിവാറിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷെഹനായി സാർ, ഒരു കാര്യം, അതായത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ കാറ്റ് താങ്കളൊക്കെ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യാഘാതങ്ങളോ സ്വാധീനങ്ങളോ അതിൻ്റെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡിലെ ഇപ്പം മോഡി നേരിട്ട് ക്യാമ്പയിൻ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നത്. ഉത്തർപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും രാഷ്ട്രീയം പലപ്പോഴും ഡൽഹിയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാറുണ്ട്, പ്രത്യേകിച്ച് ബീഹാർ രാഷ്ട്രീയം. ഈ ഒരു ബീഹാറിലെ വലിയൊരു പ്രത്യാഘാതം, BJPക്ക് ഏറ്റ പ്രത്യാഘാതം അല്ലെങ്കിൽ ആഘാതം എങ്ങനെയായിരിക്കും വരും ദിവസം മോഡി സർക്കാരിനെ സ്വാധീനിക്കാൻ പോകുന്നത്? അതിൻ്റെ ഒരു റിയൽ ടേംസിൽ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു ഇൻസിഡൻറ്റ്, അതായത് ഈ ഇലക്ഷൻ റിസൾട്ട് വലിയ വിജയമായിട്ട് ചെയ്യും, സഹകരണം ഒന്നുകൂടി നിരോധിക്കും. പക്ഷെ അതേസമയം ഞാൻ ഇതൊരു പ്രോസസ്സായിട്ടാണ് കാണുന്നത്, നോട്ട് ആസ് എൻ ഇവൻറ്റ്. 2 കാര്യങ്ങൾ
എന്നെ പേടിപ്പിക്കുന്നു ഈ വിജയത്തിൽ. ഒന്ന്, ഞാൻ 50 വർഷമായിട്ട് ഈ ബീഹാർ കവർ ചെയ്യുന്ന ആളാണ്. അതിനു മുമ്പും 1857 ചരിത്രം വായിക്കുന്ന മുതൽ ഒരു ബീഹാരിയും ഇന്ന് വരെ ബീഹാരി എന്നുള്ള ഒരു സബ് നാഷണലിസം പ്രകടിപ്പിച്ചിട്ടില്ല. ബംഗാളി ഉണ്ടാവും, പഞ്ചാബി ഉണ്ടാവും, മലയാളി ഉണ്ടാവും, പക്ഷെ ബീഹാരി എന്ന് പറഞ്ഞാൽ അവൻ ഹിന്ദുസ്ഥാനി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനെതിരായിട്ട് നിതീഷും കൂട്ടരും ബാഹരി ആൻഡ് ബിഹാരി എന്നുള്ള പദപ്രയോഗം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്നെ പേടിപ്പിക്കും. 2, അടുത്ത 3 വർഷക്കാലമെങ്കിലും ലാലുവിൻ്റെയും കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ നിതീഷിന് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യവും എന്നെ പേടിപ്പിക്കുന്നു. ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങളും കൂടി ഓർക്കുക.